ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതുവർഷം വന്നു കഴിഞ്ഞു. ഈ 2026 നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും അല്ലാതിരുന്ന എന്റെ ചാനലിൽ വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻസ്ക്രീൻ, ഐകാർഡ്സ്, പ്ലേലിസ്റ്റ്, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഈ എൻസ്ക്രീൻ ഒക്കെ കൊണ്ട് വലിയ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമോന്ന്? പറ്റും. ചില ട്രിക്സുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ എൻസ്ക്രീൻ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് എന്റെ ചാനല്. ഞാൻ എന്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വ്യൂസ് വന്നിട്ട് ഒരു ഹൈപ്പിലേക്ക് പോവുകയായിരുന്നില്ല. 2-3 മാസത്തിന് ശേഷമാണ് എന്റെ വീഡിയോ ഒന്ന് കയറി ഹൈപ്പിലേക്ക് പോയത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ എൻസ്ക്രീനും ഐകാർഡ്സും പ്ലേലിസ്റ്റും ഒക്കെ തന്നെയാണ്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസിലും ഈ എൻസ്ക്രീനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളപ്പം നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ എൻസ്ക്രീനും ഐകാർഡ്സും പ്ലേലിസ്റ്റും ഒക്കെ. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാണ്. പക്ഷെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയാതായിട്ടുണ്ടെന്ന്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. വീഡിയോയിൽ ആദ്യം തന്നെ എൻസ്ക്രീൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പേ പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എൻസ്ക്രീൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്ലേലിസ്റ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആദ്യം പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ ക്രോമില് യൂട്യൂബിന്റെ ഡെസ്ക് ടോപ്പ് വേർഷനിൽ കയറുക. അങ്ങനെ കയറുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ബെൽ ബട്ടന്റെ തൊട്ടിപ്പുറത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് വീഡിയോസ്, ഗോ ലൈവ്, ക്രിയേറ്റ് പോസ്റ്റ്, ന്യൂ പ്ലേലിസ്റ്റ്, ന്യൂ പോഡ്കാസ്റ്റ്, ന്യൂ കോഴ്സ് ഒക്കെ കാണാൻ പറ്റും. അതിനകത്തുനിന്ന് ന്യൂ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് എ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് തന്നെ ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, വിസിബിലിറ്റി, ലാംഗ്വേജ്, പിന്നെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ ടൈറ്റില്, ആഡ് ടൈറ്റിലിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ടിപ്സ് എന്ന് മാത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പബ്ലിക് ആക്കി ഇടുക. അതിനുശേഷം ലാംഗ്വേജ്, ആഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഷോർട്ട് വീഡിയോസും കാണാൻ പറ്റും, ലോങ് വീഡിയോസും കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഒരു സെയിം കണ്ടന്റിന് അനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡൺ പറയുക. ദെൻ ക്രിയേറ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആവും. എന്റെ ചാനലിൽ ഓൾറെഡി ഞാൻ 3 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മേളിൽ ടോപ്പില് പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. ഞാൻ 3 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഈ 3 പ്ലേലിസ്റ്റ് ആയിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് എൻസ്ക്രീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ എൻസ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോമിൽ ഡെസ്ക് ടോപ്പ് വേർഷനിൽ തന്നെയാണ് കയറേണ്ടത്. ഇത് നമ്മുടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ കിട്ടത്തില്ല. ക്രോമിൽ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഓൾറെഡി പബ്ലിക് ആക്കിയിട്ടുള്ള വീഡിയോസ് ആണ്. ഇതിൽ നിന്ന് ഇപ്പം ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഈ വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് സബ് ടൈറ്റില്, എൻസ്ക്രീന്, ഐകാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് എൻസ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ് ബട്ടൺ, ഈ 3 എണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം 4 എണ്ണം ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിൽ അവസാനമുള്ള 5 to 20 സെക്കൻഡ്സിലാണ് എൻഡ് സ്ക്രീൻ
വർക്ക് ചെയ്യുന്നത് 25 സെക്കൻഡിന് എബോ ഉള്ള വീഡിയോസിലൊക്കെ നമുക്ക് ഈ എൻ സ്ക്രീൻ കൊടുക്കാൻ പറ്റും. അതിലിപ്പം മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറിയിലുള്ള വീഡിയോസിൽ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ സ്ക്രീനിൽ ഏറ്റവും ടോപ്പിലായിട്ട് എലമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ എലമെന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ്, ചാനൽ, ലിങ്ക്, ഇങ്ങനെ 5 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിലിപ്പോൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിൽ 4 ഓപ്ഷൻസേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ഒരു വീഡിയോയും കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പം ഒരു വീഡിയോയുടെ പുതിയൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നീക്കുന്ന സമയത്ത് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഇപ്പുറത്തോട്ട് മാറ്റി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മാക്സിമം 4 എണ്ണമാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇതിപ്പം ആ വീഡിയോയിൽ മോസ്റ്റ് റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫോർ വ്യൂവർ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതിലിപ്പം വീഡിയോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഇപ്പം ഷോർട്ട് വീഡിയോസും വരും, ലോങ് വീഡിയോസും വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇതിലിപ്പോൾ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. മേളിൽ നമുക്ക് എത്ര സെക്കൻഡ് തൊട്ടാണ് നമ്മുടെ ഈ ഫ്രെയിം കാണിക്കേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര സെക്കൻഡ് മുതൽ എത്ര സെക്കൻഡ് വരെയാണെന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ടുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് ടൈം വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് എത്ര ടൈം ആണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. എവിടെ തൊട്ടാണ് നിങ്ങളുടെ വീഡിയോയുടേത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോകും. ഇനിയിപ്പം ഇതിന് പകരം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കൊടുക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് കൊടുക്കാം. അങ്ങനെ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ പറ്റും. എനിക്ക് 3 പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും അതിൽ ആഡ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഔട്ടർ ലൈൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം ഒരു സ്ക്വയറും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഔട്ടർ ലൈൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഔട്ടർ ലൈൻ കാണിക്കും. ടിക്ക് മാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഔട്ടർ ലൈൻ അങ്ങ് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ദാ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എൻ സ്ക്രീൻ കാണിക്കുമ്പോഴത്തേക്ക് ബ്ലർ ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലർ അങ്ങ് മാറുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് ഈ മേളിലുള്ള സേവ് ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് എൻ സ്ക്രീൻ കൊടുക്കുന്നത്. നിങ്ങൾ എൻ സ്ക്രീൻ കൊടുക്കുമ്പോൾ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സെയിം കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലമെന്റ് വീഡിയോ ചൂസ് ചെയ്യുമ്പം ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചൂസ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള CTR കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണോ ആ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം എൻ സ്ക്രീനിൽ ഇത് തന്നെ കൊടുക്കുക. അപ്പം സെയിം വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസ് സ്റ്റോപ്പ് ആവത്തില്ല. അപ്പം ഒരു വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് കയറി വരുമ്പോഴത്തേക്ക് ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി നല്ല ഹൈപ്പിലേക്ക് പോകും. ആ ഒരു ട്രിക്കാണ് എൻ്റെ ചാനലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 വീഡിയോയിൽ ആ സെയിം വീഡിയോ തന്നെ എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്തു. ആ വീഡിയോയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വ്യൂസ് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നല്ല റെക്കമെൻഡേഷൻ കിട്ടി, നല്ല ഹൈപ്പിലേക്ക് പോയി. അങ്ങനൊരു 2 വീഡിയോ വെച്ചിട്ടാണ് എൻ്റെ ചാനലിൽ ഞാൻ മോണിറ്റൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു, അതൊരു ഹൈപ്പിലെത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇടാൻ തുടങ്ങി. അത് നല്ല ഹൈപ്പിലേക്ക് പോയി. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും വ്യൂസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ സെയിം വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക് അതിൽ റെക്കമെൻഡേഷൻ നല്ല രീതിയിൽ കൂടുകയും ചെയ്യും, അതിൽ വ്യൂസ് നല്ല രീതിയിൽ കയറുകയും ചെയ്യും. അടുത്തതായിട്ടുള്ളതാണ് ഐ കാർഡ്സ്. നമ്മുടെ പഴയ വീഡിയോസ് നല്ല രീതിയിൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഐ കാർഡ്സ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഐ കാർഡ്സ് നമ്മൾ ക്രോമിൽ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് കണ്ടന്റ് സെലക്ട് ചെയ്യുക, വീഡിയോ ചൂസ് ചെയ്യുക. നേരത്തെ എടുത്തതുപോലെ തന്നെ എൻ സ്ക്രീനിന്റെ താഴെയായിട്ട് ഐ കാർഡ്സ് കാണാൻ പറ്റും. ഈ ഐ കാർഡ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷൻ കാണാൻ പറ്റും. ഐ കാർഡ്സ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിതാ ഇവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ
നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ കൊടുക്കണമെങ്കിൽ വീഡിയോ കൊടുക്കാം, പ്ലേലിസ്റ്റ്, ചാനല്, ലിങ്ക്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാ യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഇതാ സെലക്ട് ചെയ്തു. നമുക്ക് ഇതാ ഇവിടെ ഒരു മാർക്ക് കാണാൻ പറ്റും. ഇതാ ഈ ടോപ്പിലായിട്ട് യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന ഐ കാർഡും സെറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇതാ ഇവിടെ സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഐ കാർഡ്സും ഓക്കെ ആയി. അപ്പൊ നിങ്ങളുടെ ചാനലിൽ ഒട്ടും വ്യൂസ് കയറാതിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഈ എൻഡ് സ്ക്രീനും ഐ കാർഡ്സും പ്ലേലിസ്റ്റും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ റൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ.